ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ പറയാൻ പോകുന്നത് പാർക്ക് റേഞ്ചേഴ്സിന് സംഭവിച്ച രണ്ട് ഭീകര അനുഭവങ്ങളെ പറ്റിയിട്ടാണ്. അപ്പോൾ നമുക്ക് ആദ്യ അനുഭവത്തിലേക്ക് പോയാലോ. എൻ്റെ പേര് സാം. ഞാൻ വാഷിംഗ്ടൺ സ്റ്റേറ്റിലെ ഒരു സീസണൽ പാർക്ക് റേഞ്ചറായി ജോലി ചെയ്യുകയായിരുന്നു. എൻ്റെ ജോലി ഫയർ വാച്ച് ടവർ 9 ആ ഒരു കാട് പ്രദേശത്ത് ഒറ്റപ്പെട്ടു കിടക്കുന്ന ഒരു ടവറാണ് ഞാനിപ്പോൾ ജോലി ചെയ്യുന്ന ഫയർ വാച്ച് ടവർ 9. കാട്ടുതീ വരുന്നുണ്ടോ എന്ന് മോണിറ്റർ ചെയ്യേണ്ടതാണ് എൻ്റെ പ്രധാന ജോലി. ഒക്ടോബർ മാസം ആയതുകൊണ്ട് തന്നെ ചൂടൊക്കെ കുറഞ്ഞിരുന്നു. ഇത് സാധാരണ ഒരു ഉച്ച സമയമായിരുന്നു. ഞാൻ ആ ഒരു ടവറിൽ നിന്നും പുറത്തിറങ്ങി കുറച്ച് ഹൈക്കിംഗ് പാത്സിൽ പെട്രോളിംഗ് ചെയ്യുകയായിരുന്നു. അസാധാരണമായി ഒന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു നീണ്ട നടത്തത്തിന് ശേഷം ഞാൻ എൻ്റെ ടവറിൽ ഒരു ചെറിയ ബ്രേക്ക് എടുക്കുകയായിരുന്നു. ആ സമയമായിരുന്നു ടവറിന്റെ കതകിൽ ആരോ മുട്ടിയത്. ഞാൻ എൻ്റെ വാച്ചിലേക്ക് നോക്കി. സമയം ഉച്ച കഴിഞ്ഞ് 3 മണി ആയിരുന്നു. ഞാനുമല്ലേ വാതിൽ തുറന്നു. പുറത്തുണ്ടായിരുന്നത് ഒരു സ്ത്രീയായിരുന്നു. അവളുടെ മുഖത്തെ ഭയം എനിക്ക് കാണാൻ സാധിക്കുമായിരുന്നു. അവൾ പറഞ്ഞത് കുറച്ചു മുൻപേ അവൾ ഹൈക്കിംഗ് ചെയ്തപ്പോൾ അവളെ ഭയപ്പെടുത്തുന്ന ഒരു കാര്യം കണ്ടുവെന്നായിരുന്നു. ഞാൻ അവളോട് നീ എന്താണ് കണ്ടത് എന്ന് ചോദിച്ചു. അവളുടെ കൈ ആ സമയം വിറക്കുന്നുണ്ടായിരുന്നു. അവൾ വിറക്കുന്ന ശബ്ദത്തിൽ പറഞ്ഞു, റിച്ച് ട്രെയിൽ ഒരു സ്ത്രീയുണ്ട്. അവൾ അലർന്നുണ്ടായിരുന്നു, പക്ഷെ അവൾക്ക് ഭയമില്ല. നീ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഞാൻ പറഞ്ഞു. അതായത് അവളുടെ വായ കീറി തുറന്നതുപോലെയായിരുന്നു, പക്ഷേ ശബ്ദം വരുന്നില്ല. എനിക്കറിയില്ല, ദയവായിട്ട് എൻ്റെ കൂടെ വരൂ. ഇതായിരുന്നു അവൾ എന്നോട് പറഞ്ഞത്. ഞാൻ കരുതിയത് ഇതൊക്കെ അവൾക്ക് തോന്നിയതായിരിക്കാമെന്നാണ്. ഒന്നാമത്തെ കാരണം അവൾ ഒറ്റക്കാണ് ഹൈക്കിംഗ് ചെയ്യുന്നത്. പല ആൾക്കാർക്കും ഒറ്റയ്ക്ക് ഹൈക്കിംഗ് ചെയ്തപ്പോൾ പല ഹാലൂസിനേഷൻസും ഉണ്ടായിട്ടുണ്ട്. ഇരുട്ടാൻ തുടങ്ങിയിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ഫ്ലാഷ് ലൈറ്റ് എടുത്ത് അവളെ പിന്തുടർന്ന് കാട്ടിലേക്ക് പോയി. നിന്റെ ശരീരത്തിൽ എന്തെങ്കിലും മുറിവേറ്റിട്ടുണ്ടോ? ഞാൻ അവളോട് പറഞ്ഞു. അവൾ ഇല്ല എന്ന് എനിക്ക് മറുപടി തന്നു. എനിക്ക് സമാധാനമായി. കാരണം ശരീരത്തിൽ എന്തെങ്കിലും ഗുരുതരമായി ഏറ്റിട്ടുണ്ടെങ്കിൽ പാരാമെഡിക്സ് എത്താൻ നല്ല രീതിയിൽ തന്നെ വൈകും. നമ്മളങ്ങനെ 10 മിനിറ്റോളം നടന്നു. അങ്ങനെ നമ്മൾ രണ്ടുപേരും ഒരു ക്ലിയറിങ്ങിലെത്തി. ആ സമയമാണ് അവൾ ഒരു മരത്തിലേക്ക് ചൂണ്ടിയതും സംസാരിക്കാൻ തുടങ്ങിയതും. ദേ അവിടെയാണ് ഞാൻ അവളെ കണ്ടത്. പക്ഷേ അവിടെ ആരും ഉണ്ടായിരുന്നില്ല. നിലം സോഫ്റ്റ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഫുട് പ്രിൻസിനായി ഞാൻ ചെക്ക് ചെയ്തു. പക്ഷേ ഒന്നും കണ്ടെത്താൻ സാധിച്ചില്ല. ഞാൻ അവളെ നോക്കി. എന്നിട്ട് പറഞ്ഞു, നിനക്കുറപ്പാണോ നീ അത് കണ്ടുവെന്ന്? ചിലപ്പോൾ നിനക്ക് മരങ്ങളുടെ നിഴൽ കണ്ട് തോന്നിയതായിരിക്കാം. ഇത് കേട്ട് അവൾ കരയാൻ തുടങ്ങി. ദൈവമാണ് സത്യം, ഞാൻ ഇവിടെ തന്നെയാണ് അവളെ കണ്ടത്. ഞാൻ പറയുന്നത് ദയവായി നിങ്ങൾ വിശ്വസിക്കൂ. ഞാൻ അവളോട് പറഞ്ഞു, മുന്നേ ആരെങ്കിലും ഇവിടെ ഉണ്ടായിരിക്കാം, പക്ഷെ ഇപ്പോൾ ആരുമില്ല. ഞാൻ അവളോട് നീ വന്ന ട്രെയിലിലൂടെ തന്നെ പോകാൻ പറഞ്ഞു. പിന്നീട് അവൾ ഒന്നും മിണ്ടിയില്ല. അവൾ വന്ന വഴിയിലൂടെ തന്നെ അവൾ തിരിച്ചുപോയി. അവൾ പോകുന്നതും നോക്കി ഞാൻ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. മഞ്ഞുള്ളതുകൊണ്ട് തന്നെ വ്യക്തമായി കാണാൻ സാധിച്ചില്ല. അങ്ങനെ മെല്ലെ മെല്ലെ അവൾ അപ്രത്യക്ഷമായി. ഞാനൊരു പാർക്ക് റേഞ്ചറാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ നടക്കുന്ന വിചിത്രമായ സംഭവങ്ങൾ എനിക്ക് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണം. ഞാൻ അവൾ നേരത്തെ പറഞ്ഞ ഇടം ഒന്നും കൂടെ വ്യക്തമായി നോക്കി. ചില നേരങ്ങളിൽ കൊടും കുറ്റവാളികൾ ഈ ഒരു ഫോറസ്റ്റിൽ ഒളിക്കാറുണ്ട്. ചിലപ്പോൾ അവൾ നേരത്തെ കണ്ടത് അത് ഈ ക്രിമിനലിന് തന്നെ ആയിരിക്കാം. ഞാൻ എൻ്റെ ടവറിലേക്ക് തിരിച്ച് നടക്കാൻ തുടങ്ങി. എന്തായാലും ഒരു 10 മിനിറ്റ് എടുക്കും. ആ സമയത്തും മരങ്ങളിൽ ഞാൻ ലൈറ്റ് അടിച്ച് നോക്കുന്നുണ്ടായിരുന്നു. ആദ്യ 5 മിനിറ്റിൽ ഒന്നും സംഭവിച്ചില്ല. പിന്നീടാണ് ഭയാനകമായ കാര്യങ്ങൾ സംഭവിക്കാൻ തുടങ്ങിയത്. എൻ്റെ പിന്നിലൂടെ ആരോ നടക്കുന്നതുപോലെ എനിക്ക് തോന്നി. ഞാൻ പെട്ടെന്ന് തന്നെ പിന്നിലേക്ക് നോക്കി. പക്ഷേ ആരും ഉണ്ടായിരുന്നില്ല. എനിക്കുറപ്പായിരുന്നു ആരോ എന്നെ ഫോളോ ചെയ്യുന്നുണ്ട്. പക്ഷെ എപ്പോഴൊക്കെയാണോ ഞാൻ പിന്നിലേക്ക് തിരിഞ്ഞത് അവിടെ ആരും ഉണ്ടായിരുന്നില്ല. ആ സമയത്തായിരുന്നു ഞാൻ സൈഡിലേക്ക് ലൈറ്റ് അടിച്ചത്. ആ സമയത്തായിരുന്നു ഞാനത് കണ്ടത്, ഒരു രൂപം. പക്ഷെ അതെന്താണെന്ന് ഞാൻ തിരിച്ചറിയുന്നതിന് മുൻപേ തന്നെ അത് അവിടെ നിന്നും മറഞ്ഞു. ചിലപ്പോൾ എനിക്ക് തോന്നിയതായിരിക്കാം. ആ സമയം കൊണ്ട് തന്നെ സൂര്യൻ അസ്തമിച്ചിരുന്നു.
ഒരു വിചിത്രമായ കാര്യം എന്താണെന്ന് വെച്ചാൽ ആ സമയത്ത് കാട് നിശബ്ദമായിരുന്നു. കാറ്റിൻ്റെ ശബ്ദമില്ല, പ്രാണികളുടെ ശബ്ദമില്ല. ആകെയുള്ള ശബ്ദം എൻ്റെ ബൂട്ട്സിൻ്റെ മാത്രമാണ്. അങ്ങനെ ഞാൻ അവസാനം എൻ്റെ ടവറായ ടവർ 9ന്റെ മുന്നിലെത്തി. എനിക്ക് ആ സമയമായിരുന്നു സമാധാനം ആയത്. ടവർ 9 ഒരു ഭീകര രൂപത്തെ പോലെ എൻ്റെ മുന്നിൽ നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ കുറച്ചുകൂടെ മുന്നിലേക്ക് നടന്നു. ആ സമയമാണ് ഞാൻ ആ ഒരു ഭീകര കാഴ്ച കണ്ടത്. ഞാൻ അവിടെ തന്നെ നിന്നു. അതെ, ഒരു സ്ത്രീ ടവറിൻ്റെ സ്റ്റെയേഴ്സിൻ്റെ താഴെ അവൾ ഇരിക്കുന്നുണ്ടായിരുന്നു. അവളുടെ മുടി അവളുടെ മുഖത്തെ മറക്കുന്നുണ്ടായിരുന്നു. അവളുടെ വസ്ത്രം കീറിയിരുന്നു. അവൾ മുന്നോട്ടും പിന്നിലേക്കും ആടുന്നുണ്ടായിരുന്നു. അവളെ ശ്വാസമെടുക്കുന്ന ശബ്ദം എനിക്ക് കേൾക്കാൻ സാധിച്ചിരുന്നു. മാം, ആർ യു ഓക്കെ? ഞാൻ അവളോട് ചോദിച്ചു. അവൾ അതിനുത്തരം തന്നിരുന്നില്ല. ഞാൻ കുറച്ചുകൂടെ അടുത്തേക്ക് ചെന്നു. മാം, ആർ യു ഓക്കെ എന്ന് പറയാൻ പോവുമ്പോഴായിരുന്നു അവൾ അവളുടെ തല പൊന്തിച്ചത്. അവളുടെ വായ തുറന്നിരിക്കുകയായിരുന്നു. ആരോ വലിച്ചു കീറിയതുപോലെയായിരുന്നു അവളുടെ വായ ഉണ്ടായിരുന്നത്. അവളുടെ വായ അലറുന്നതുപോലെ ആയിരുന്നു. പക്ഷെ അവൾ നിശബ്ദയായിരുന്നു. അതെ, ഇതേ കാര്യം തന്നെയാണ് കുറച്ചു മുൻപേ ആ ഒരു ഹൈക്കറും പറഞ്ഞത്. കുറച്ച് നിമിഷത്തേക്ക് അവൾ അങ്ങനെ തന്നെ നിന്നു. പിന്നീട് അവളുടെ ശരീരം തിരിഞ്ഞു. അവളുടെ എല്ല് പൊട്ടുന്ന ശബ്ദം എനിക്ക് കേൾക്കാൻ സാധിക്കുമായിരുന്നു. ഒരു പപ്പറ്റ് പോലെ അവൾ നിന്നു. അദൃശ്യമായ എന്തോ ഒരു ശക്തി അവളെ കൺട്രോൾ ചെയ്യുന്നതായി എനിക്ക് തോന്നി. അവൾ അവളുടെ തല സൈഡിലേക്ക് തിരിച്ചു. അവളുടെ കണ്ണുകൾ മനുഷ്യരെ പോലെ ആയിരുന്നില്ല, ആരോ വരച്ചതുപോലെ എനിക്ക് തോന്നി. അവൾ കുറച്ച് നിമിഷത്തേക്ക് എന്നെ അങ്ങനെ തന്നെ നോക്കി. പിന്നീട് അവളുടെ ശരീരം വളഞ്ഞ് ഒരു സ്പൈഡറിനെ പോലെ അവൾ നിന്നു. പ്രേത സിനിമയിൽ കാണുന്ന അതേ രൂപം. പിന്നീട് അവൾ മരങ്ങളുടെ ഇടയിലേക്ക് ഓടി മറഞ്ഞു. അന്ന് രാത്രി ആ ടവറിലെ എല്ലാ ലാച്ചും വിൻഡോവും ഞാൻ ലോക്ക് ചെയ്തു. പല ആൾക്കാരെയും ഞാൻ കോണ്ടാക്ട് ചെയ്യാൻ നോക്കി, അഥവാ മറ്റുള്ള ടവറിലെ പാർക്ക് റേഞ്ചേഴ്സിനെ. പക്ഷേ കോണ്ടാക്ട് ചെയ്യുന്നതിന് മുൻപേ തന്നെ സിഗ്നൽ കട്ടായി. ഞാൻ എന്താണ് കണ്ടത് എന്ന് എനിക്ക് ആലോചിക്കാൻ പോലും സാധിക്കുന്നില്ല. കാരണം ഭയം തന്നെയാണ്. ഇപ്പോൾ എല്ലാ രാത്രികളിലും ടവറിലെ കതകിൽ ഒരു തട്ടൽ എനിക്ക് കേൾക്കാൻ സാധിക്കുമായിരുന്നു. എല്ലാ ദിവസവും ആ ഒരു ശബ്ദം കേൾക്കുന്നത് പുലർച്ചെ 3 മണിക്കായിരിക്കും. പക്ഷേ വാതിൽ തുറന്നു നോക്കിയാൽ പുറത്താരും ഉണ്ടായിരിക്കില്ല. 8 വർഷമായിട്ട് ഞാൻ വെസ്റ്റേൺ മൊണ്ടൈനയിലെ ഒരു പാർക്ക് റേഞ്ചറാണ്. ഈ വർഷങ്ങളിൽ ഞാൻ ഒരുപാട് വിചിത്രമായ സംഭവങ്ങൾ കണ്ടിട്ടുണ്ട്, അതറിഞ്ഞിട്ടുണ്ട്. ഒരുപാട് ഹൈക്കേഴ്സിനെ കാണാതായിട്ടുണ്ട്. വിചിത്രമായ ജീവികളുടെ ശബ്ദം, അതുകൂടാതെ കാടുകളിലുള്ള നിഴലുകളും. പക്ഷെ ഇതൊന്നും കഴിഞ്ഞ സെപ്റ്റംബറിൽ ഡെവിൾസ് ഹോളോയിൽ സംഭവിച്ച കാര്യത്തിൻ്റെ അടുത്തുപോലും എത്തില്ല. ഇതൊക്കെ തുടങ്ങിയത് മെയിൻ സ്റ്റേഷനിൽ നിന്നുള്ള കോളിലായിരുന്നു. കുറച്ച് ക്യാമ്പേഴ്സ് ആ ഒരു ഡെവിൾസ് ഹോളോയിൽ ക്യാമ്പിങ് ചെയ്യുന്നുണ്ടായിരുന്നു. അവർ രാവിലെ തന്നെ അവർ സൈറ്റ് വിട്ട് പോയി. അവരോട് കാര്യം ചോദിച്ചപ്പോൾ അതിലുള്ള ഒരു സ്ത്രീ പറഞ്ഞത് ഏകദേശം പുലർച്ചെ 2 മണിയാകുമ്പോൾ ആരോ അവളുടെ പേര് പറയുന്നത് അവൾ കേട്ടുവെന്നാണ്. മറ്റൊരാൾ പറഞ്ഞത് അവൾ ഒരു പുരുഷനെ കണ്ടുവെന്നും അദ്ദേഹം കാട്ടിലേക്ക് മറിഞ്ഞുവെന്നുമാണ്. പക്ഷേ അവൾ അദ്ദേഹത്തിന്റെ മുഖം കണ്ടിട്ടില്ല. ഡെവിൾസ് ഹോളോ അറിയപ്പെടുന്നത് അതിന്റെ ഭീകരത കാരണമാണ്. പല ആൾക്കാരും അതിനെ കാണുന്നത് ഒരു ശപിക്കപ്പെട്ട സ്ഥലമായിട്ടാണ്, നരബലിയുടെ കേന്ദ്രമായിട്ടാണ് ഡെവിൾസ് ഹോളോവിനെ പണ്ടത്തെ കഥകളിലൊക്കെ പറയുന്നത്. പക്ഷെ എനിക്ക് ഇതിലൊന്നും വിശ്വാസം ഉണ്ടായിരുന്നില്ല. പല കഥകളും കെട്ടുകഥകളെപ്പോൾ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. ഞാൻ വിശ്വസിച്ചിരുന്നത് അതൊക്കെ ടൂറിസ്റ്റിനെ ഭയപ്പെടുത്താൻ ഉണ്ടാക്കിയ കഥകളായിട്ടാണ്. കോൾ ലഭിച്ചതുകൊണ്ട് തന്നെ എനിക്ക് അവിടെ പോയി എന്താണ് സംഭവിക്കുന്നത് എന്ന് അറിയണമായിരുന്നു. അങ്ങനെ 1 മണിക്കൂറിന് ശേഷം ഞാൻ ഡെവിൾസ് ഹോളോയിൽ എത്തി. ഞാൻ ഒരുപാട് വട്ടം ഈ ഒരു വഴിയിലൂടെ സഞ്ചരിച്ചിട്ടുണ്ട്. എനിക്ക് വേണമെങ്കിൽ കണ്ണുപൂട്ടി നടക്കാം. പക്ഷേ അന്ന് സാധാരണ പോലെ ആയിരുന്നില്ല. ഏകദേശം മെയിൻ റോഡിന്റെ 20 ഫീറ്റ് ദൂരത്ത് ഒരു വഴി കാണുകയാണ്. ഞാനിത് മുന്നേ കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഞാനതിൻ്റെ അടുത്തേക്ക് നടന്നു. ഒരുപാട് മരങ്ങളുള്ള പ്രദേശമായിരുന്നു അത്. പക്ഷേ നിലത്ത് ഫുട് പ്രിന്റ്സ് ഉണ്ടായിരുന്നു. അന്ന് രാവിലെ ആരോ ഈ ഒരു വഴിയിലൂടെ സഞ്ചരിച്ചിട്ടുണ്ടെന്ന് ഉറപ്പായി. ഞാൻ അങ്ങനെ മാപ്പിലേക്ക് നോക്കി. പക്ഷെ മാപ്പിൽ ഈ ഒരു വഴി ഉണ്ടായിരുന്നില്ല.
പക്ഷേ ഇതെങ്ങനെ സംഭവിക്കും? മാപ്പിൽ എല്ലാ വഴികളും ഉണ്ടാകേണ്ടതല്ലേ? ചിലപ്പോൾ ഇത് വേട്ടക്കാർ ഉപയോഗിക്കുന്ന വഴിയായിരിക്കാം. ഇതും ചിന്തിച്ച് ഞാൻ ആ ഒരു വഴിയിലൂടെ നടക്കാൻ തുടങ്ങി. അവിടെയുള്ള കാലാവസ്ഥ മറ്റൊന്നു തന്നെ ആയിരുന്നു. നല്ല തണുത്ത കാറ്റ്. മുന്നോട്ട് നടക്കുമ്പോൾ മരങ്ങൾ നമ്മുടെ അടുത്തേക്ക് വരുന്നതുപോലെ തോന്നും. അതെ, അവിടെ നിശബ്ദമായിരുന്നു. പക്ഷേ സാധാരണ നമ്മൾ കാട്ടിലൂടെയൊക്കെ നടക്കുമ്പോൾ വല്ല മൃഗങ്ങളുടെയോ പ്രാണികളുടെയോ ശബ്ദമൊക്കെ കേൾക്കാറുണ്ട്. പക്ഷെ ഇപ്പോൾ ഒന്നും കേൾക്കുന്നില്ല. കാറ്റിൻ്റെ ശബ്ദമില്ല, പക്ഷികളുടെ ശബ്ദമില്ല. ആകെയുള്ള ശബ്ദം എൻ്റെ ബൂട്ട്സിൻ്റെയും ഞാൻ ശ്വാസമെടുക്കുന്ന ശബ്ദം മാത്രമാണ്. അപ്പോഴാണ് ഞാനൊരു കാര്യം ശ്രദ്ധിച്ചത്. അവിടെയുള്ള മരങ്ങളുടെ തടിയിലൊക്കെ ആരോ മാന്തിയ പാടുകൾ ഉണ്ടായിരുന്നു. ഒരാളല്ല, രണ്ടാൾക്കാരല്ല, പകരം 5 അതിൻ്റെ കൂടുതലുള്ള ആൾക്കാർ മാന്തിയ പാട്. അവിടെയുള്ള ഒരു മരത്തിന് 12 സ്ക്രാച്ച് മാർക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ 20 മിനിറ്റിന് ശേഷം കാലടിയുടെ ശബ്ദം ഞാൻ കേൾക്കാൻ തുടങ്ങി. ആദ്യം ഞാൻ കരുതിയത് അത് ഞാൻ നടക്കുന്നതിൻ്റെ എക്കോ മാത്രമാണെന്നാണ്. അപ്പോളായിരുന്നു ഞാൻ മനസ്സിലാക്കിയത് അതെൻ്റെ എക്കോ ആയിരുന്നില്ല. അതെ, എൻ്റെ പിന്നിൽ ആരോ ഉണ്ട്. ഞാൻ നടക്കുന്നത് നിർത്തിയാൽ അതും നിർത്തും, ഞാൻ തുടങ്ങിയാൽ അതും തുടങ്ങും. ഞാൻ പിന്നിലേക്ക് നോക്കി, പക്ഷേ ആരും അവിടെ ഉണ്ടായിരുന്നില്ല. എൻ്റെ തോന്നലാണോ എന്ന് സംശയമുണ്ടായിരുന്നു. ഞാൻ റേഡിയോ വഴി മറ്റുള്ള റേഞ്ചേഴ്സിന് കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ ശ്രമിച്ചു. പക്ഷേ സ്റ്റാറ്റിക് ശബ്ദം മാത്രമാണ് ഞാൻ കേട്ടത്. ആ സമയമായിരുന്നു ഞാനത് കണ്ടത്. ഒരു പഴയ ക്യാമ്പർ വാൻ. അതിൻ്റെ താഴത്തെ ഭാഗമൊക്കെ മണ്ണിൻ്റെ അടിയിലായിരുന്നു. ഇത് കണ്ടപ്പോൾ എനിക്ക് തിരികെ പോകാൻ തോന്നി. ഒരുപാട് വർഷങ്ങൾ പഴക്കമുള്ള വാൻ ആയിരുന്നു ഇത്. പക്ഷേ ഇവിടെ അത് വരാൻ യാതൊരു സാധ്യതയുമില്ല. ഈ ഒരു കാര്യം റെക്കോർഡ്സിൽ ഉണ്ടായിരുന്നില്ല. അതുകൂടാതെ ഒരാൾക്കും വുഡ്സിൽ വണ്ടി ഉപേക്ഷിച്ച് പോകാൻ സാധിക്കില്ല. ഞാൻ വാനിൻ്റെ ഉള്ളിൽ കയറി. അപ്പോഴാണ് ഞാനത് കണ്ടത്. വാനിൽ ഒരാൾ കിടക്കുന്നുണ്ടായിരുന്നു. വാനിൻ്റെ പിൻവശത്ത് ഒരു മാട്രസ് ഉണ്ടായിരുന്നു. അതിലാണ് അദ്ദേഹം കിടക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ദേഹം മുഴുവൻ റാഷസ് ഉണ്ടായിരുന്നു. ഞാൻ ആദ്യം കരുതിയത് അദ്ദേഹം മരണപ്പെട്ടു എന്നാണ്. അപ്പോളായിരുന്നു അദ്ദേഹത്തിൻ്റെ കണ്ണ് തുറന്നതും അദ്ദേഹം അവിടെ എഴുന്നേറ്റ് ഇരുന്നതും. ഓ, നീ എന്നെ കണ്ടുപിടിച്ചു അല്ലേ? നിനക്കെന്നെ കാണാൻ സാധിക്കുന്നുണ്ടോ? അദ്ദേഹം പറഞ്ഞു. ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? എനിക്കൊന്നും മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. അദ്ദേഹം ധരിച്ചത് പഴയ പാർക്ക് റേഞ്ചറിന്റെ വസ്ത്രമായിരുന്നു. ആ ഒരു വസ്ത്രം കീറിയിരുന്നു. അദ്ദേഹത്തിന്റെ പേരെന്തായാലും ടാഗിലുണ്ടാകും. ഞാൻ ടാഗ് വായിക്കാൻ ശ്രമിച്ചു. അദ്ദേഹം ഒരു സെക്യൂരിറ്റി ഗാർഡാണ്. അവസാന 6 മാസത്തിൽ ഞാൻ അദ്ദേഹത്തിന്റെ പേരൊന്നും കേട്ടിട്ടില്ല. എല്ലാ ആൾക്കാരും കരുതിയത് അദ്ദേഹം സ്നോ പാട്രോളിങ്ങിന്റെ ഇടയിൽ കാണാതായെന്നാണ്. പല ആൾക്കാരും ഒന്ന് സെർച്ച് ചെയ്തു, എന്നിട്ടും അദ്ദേഹത്തിനെ കണ്ടുപിടിക്കാൻ സാധിച്ചിരുന്നില്ല. ട്രാക്കും ഗിയറും ഫുട് പ്രിന്റ്സും ഒന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ അദ്ദേഹത്തിനെ പുറത്തിറക്കി. എൻ്റെ സഹായത്തോടെ അദ്ദേഹം നടക്കാനും തുടങ്ങി. അദ്ദേഹത്തിൻ്റെ മുഖത്ത് ഭയവും സന്തോഷവും കാണാൻ സാധിക്കുമായിരുന്നു. ഞാൻ ശ്രമിക്കുമായിരുന്നു. എല്ലാ ദിവസവും ഞാൻ ശ്രമിച്ചു. പക്ഷെ എനിക്ക് വഴി കണ്ടുപിടിക്കാൻ സാധിച്ചില്ല. ഈ വനം എൻ്റെ ഒപ്പരം സഞ്ചരിക്കാൻ തുടങ്ങി. ഞാൻ എല്ലാ വഴികളും എടുത്തു. പക്ഷെ ഞാൻ എത്തിയത് ഇവിടെ തന്നെയാണ്, അദ്ദേഹം പറഞ്ഞു. നമ്മളങ്ങനെ 10 മിനിറ്റോളം നടന്നു. ആ സമയമാണ് ഞാനൊരു ശബ്ദം കേട്ടത്. എന്നെ സഹായിക്കൂ. നമ്മൾ രണ്ടുപേരും വിറച്ചു. മരങ്ങളുടെ ഇടയിൽ നിന്നുമാണ് ഈ ഒരു ശബ്ദം വരുന്നത്. നമ്മൾ നടക്കാൻ വീണ്ടും ആരംഭിച്ചു. ആ ഒരു ശബ്ദം നമ്മൾ വീണ്ടും കേട്ടു. പ്ലീസ് എന്നെ സഹായിക്കൂ. ഞാൻ എൻ്റെ ഫ്ലാഷ് ലൈറ്റ് എടുത്ത് മരങ്ങളുടെ ഇടയിലേക്ക് അടിക്കാൻ തുടങ്ങി. ആ സമയമായിരുന്നു ഗാർഡ് വന്നിട്ട് എൻ്റെ കയ്യിൽ പിടിച്ചത്. സംസാരിക്കാൻ തുടങ്ങി. പ്ലീസ് അതിനുത്തരം കൊടുക്കരുത്. അത് യഥാർത്ഥമല്ല. അത് ആൾക്കാരെ മിമിക്ക് ചെയ്യുന്നതാണ്. നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? എനിക്കറിയില്ല, പക്ഷേ അത് ഈ ഫോറസ്റ്റിൽ തന്നെയുണ്ട്. ഇത് പറഞ്ഞതിന് ശേഷം അദ്ദേഹം വിറക്കാൻ തുടങ്ങി. രക്തം ഛർദ്ദിച്ചുകൊണ്ട് അദ്ദേഹം താഴേക്ക് വീണു. ഞാൻ കുറച്ചടി പിന്നിലേക്ക് വെച്ചു. അലറിക്കൊണ്ട് പറയാൻ തുടങ്ങി, നിങ്ങൾക്ക് എന്താണ് സംഭവിക്കുന്നത്? അദ്ദേഹം ഒരു പട്ടിയെപ്പോലെ നിന്നു. അതിനുശേഷം അദ്ദേഹത്തിന്റെ തല പൂർണ്ണമായും 360 ഡിഗ്രി തിരിച്ചു. അദ്ദേഹം കുറച്ചു നേരം എന്നെ അങ്ങനെ തന്നെ നോക്കി. അങ്ങനെ കുറച്ച് സമയങ്ങൾക്ക് ശേഷം അദ്ദേഹം താഴേക്ക് വീണു. അദ്ദേഹം ചലിക്കുന്നുണ്ടായിരുന്നില്ല. ഞാൻ പെട്ടെന്ന് തന്നെ സഹായത്തിനായി റേഡിയോ ചെയ്തു.
ഭാഗ്യം കാരണം ഇപ്രാവശ്യം സിഗ്നൽ കണക്ട് ചെയ്തിരുന്നു. അങ്ങനെ 1 മണിക്കൂറിന് ശേഷം റെസ്ക്യൂ ടീം എത്തി. റെസ്ക്യൂ ടീം അദ്ദേഹത്തിന്റെ ശരീരം ചെക്ക് ചെയ്തു. അങ്ങനെ അവർ അത് പ്രഖ്യാപിച്ചു. അദ്ദേഹത്തിന് ജീവനില്ല. ദേഹത്ത് മുറിവൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൂടാതെ മരിക്കാൻ കാരണം എന്താണെന്ന് പോലും അവർക്ക് കണ്ടെത്താൻ സാധിച്ചില്ല. ഞാൻ അദ്ദേഹത്തിന്റെ പേര് ഓഫീസറിന് നൽകി. പേര് കണ്ടപ്പോൾ തന്നെ ഓഫീസർ ഞെട്ടിയിരുന്നു. ഞാൻ അവരോട് ആ ഒരു ട്രെയിലിനെ പറ്റി പറഞ്ഞു, ആ ഒരു ട്രക്കിനെ കുറിച്ചും പറഞ്ഞു. പക്ഷെ അവർക്ക് വഴി കണ്ടെത്താൻ സാധിച്ചില്ല. എനിക്ക് തോന്നിയതാണെന്നാണ് അവരൊക്കെ പറഞ്ഞത്. പക്ഷെ എനിക്ക് ഉറപ്പാണ് ഞാൻ കണ്ടത് യഥാർത്ഥം തന്നെയാണ്. അവിടെയുള്ള നാട്ടുകാരൊക്കെ പറയുന്നത് ഡെവിൾസ് ഹോളോയും ഡെവിൾസ് ഹോളോയിന്റെ അടുത്തുള്ള സ്ഥലങ്ങളൊക്കെ ശപിക്കപ്പെട്ടതാണെന്നാണ്. അവിടെയുള്ള എന്തോ ഒന്ന് തെറ്റായ വഴികൾ നിർമ്മിക്കും, പല വിചിത്രമായ ശബ്ദങ്ങളും ഉണ്ടാക്കും. എപ്പോഴാണോ അതിലൂടെ പോയ ആൾക്കാർക്ക് അത് മനസ്സിലാകുന്നത്, അതിനുശേഷം അവർക്ക് രക്ഷപ്പെടാൻ സാധിക്കില്ല. ഈ ഒരു സംഭവത്തിന് ശേഷം ഞാൻ ആ ഒരു സ്ഥലം പെട്രോളിംഗ് ചെയ്യുന്നത് നിർത്തി. പക്ഷേ എല്ലാ രാത്രികളിലും എൻ്റെ ക്യാബിൻ്റെ പുറത്ത് ഞാൻ ആ ഒരു ശബ്ദം കേൾക്കാറുണ്ട്. ചില നേരങ്ങളിൽ അത് സഹായത്തിനായി അലറുന്നുണ്ടാകും. പക്ഷെ ഞാൻ വാതിൽ തുറക്കാറില്ല.